നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്നേ. എന്താ നിന്റെ ഭാര്യയ്ക്ക് ഒളിഞ്ഞു നിന്ന് വർത്തമാനം കേൾക്കുന്ന ഒരു നല്ല ശീലമുണ്ട് ഇല്ലേ മോനെ? ആ വിദ്യ എങ്ങനെ ഇവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. മനസ്സിലായോ? ശരി അച്ഛാ. ആവോ. നല്ല അനുസരണമുള്ള മോനാ. അപ്പോ പറഞ്ഞു വന്നതുപോലെ ആ കല്യാണം മുടങ്ങിയിരിക്കണം. മനസ്സിലായോ? ശരി സാർ. എന്നാ പോയാട്ടെ. താൻ വാ. മോളെ, നീ ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ഞാൻ വിചാരിച്ച് ഇറങ്ങിക്കാണൂന്ന്. ഇല്ലമ്മേ, 7:30 ഒരു വിശേഷൽ പൂജയുണ്ട്, അത് തൊഴാന്ന് കരുതി. മോളെ, വിക്രമിന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ളതാണേ. അതുകൊണ്ട് നീ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണം. ശരിയമ്മേ. എന്തോ മറന്നു പോലെ. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നു. എന്നാ പിന്നെ നീ ഇനി തിരിച്ചകത്തേക്ക് കയറണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. ഇനി വാ, ഇനി വന്നേ. ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളും ഉണ്ട്, അറിയാമോ? എന്താ അച്ഛമ്മേ? നീ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടെയാ. അതെന്നും ഇങ്ങനെയാണല്ലോ. അതല്ല, ഇന്നത്തെ ദിവസം നീ ആ പഴയ കുപ്പിവളകള് വീണ്ടും എടുത്തണിഞ്ഞു. ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. കൊറേ ദിവസമായി ഞാൻ കരുതുന്നു ഇത് ഒന്നെടുത്തിടണമെന്ന്. ഈ വളകള് നിനക്ക് നന്നായിട്ട് ചേരും. ആ മോളെ, വിക്രമേ എന്നെ സ്വന്തം മുത്തശ്ശിയായോ പെറ്റമ്മയായോ ഒക്കെ ഏറ്റെടുത്തിരിക്കല്ലേ. അവന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അവന്റെ പേരില് എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ നടത്തണ്ടേ? വേണോ അച്ഛമ്മേ? എന്നാ മോള് തന്നെ ഒരു ദീർഘമംഗല്യ പൂജയ്ക്ക് രസീത് എഴുതിക്കേ. ഞാനത് ചെയ്യുന്നുണ്ട് അച്ഛമ്മേ. ആണോ? എങ്കിലേ അതിന്റെ പ്രസാദം മറക്കാതെ വാങ്ങിച്ചോണ്ട് വരണം. കല്യാണം കഴിഞ്ഞ അവര് ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോ അവരുടെ നെറ്റിയിൽ ചാർത്താന്. ശരി അച്ഛമ്മേ. ഈ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഗുരുവായൂരൊന്ന് പോയാ കൊള്ളാന്നുണ്ടായിരുന്നു നമ്മളെ. അതിനിടയിൽ മാധവന്റെ ഒരു രാമേശ്വരത്ത് പോക്ക്. കല്യാണ തിരക്കല്ലേ അമ്മേ? എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നാ നിന്റെ അടുത്തേക്ക് എനിക്കൊന്ന് വരാൻ പറ്റുക? അമ്മേ, ദീമോൾ ഉറക്ക. ഉണരുമ്പോ കുടിക്കാൻ പാലെന്തേലും കൊടുത്തേക്കണേ. അതെല്ലാം ഞാൻ ചെയ്തോളാം മോളെ. ഇന്ന് ദിയമോളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ടുതൊടിയിക്കുന്നതും ഒക്കെ ഞാനാ. എന്ന് ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി, പെട്ടെന്ന് പറഞ്ഞേ മോളെ. ശരി അമ്മേ. എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇനി എന്നും നടക്കുവോ? എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.